الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹം സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യമായ നമ്മുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയായ സൗബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മൻ ഫാറക അർറൂഹു അൽ ജസദ വഹുവ ബരീഉം മിനസ് സലാസിൻ ദഖലൽ ജന്ന. ഒരാളുടെ ശരീരത്തിൽ നിന്ന് അവന്റെ ആത്മാവ് വിട പറയുന്ന സമയത്ത് അവൻ മൂന്നെണ്ണത്തിൽ നിന്ന് മുക്തനായാൽ, മൂന്ന് കാര്യത്തിൽ നിന്ന് മുക്തനായാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരിക്കൽ പറഞ്ഞത്. എന്നിട്ട് ആ മൂന്ന് കാര്യം പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അൽ കിബ്ർ വൽ ഖലൂൽ വദ്ദീൻ. ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന്, കിബ്റിൽ നിന്ന്, ഖലൂലിൽ നിന്ന്, ദൈനിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, വഞ്ചനയിൽ നിന്ന്, കടത്തിൽ നിന്ന്. അഹങ്കാരം, വഞ്ചന, കടം എന്നീ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ,
തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അമലുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വർഗം തടയപ്പെടുന്ന ചീത്തയായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഹദീസിൽ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. മരിക്കാൻ ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. എപ്പോൾ എന്നത് നമുക്കറിയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും മരണം എപ്പോഴാണെന്ന് അറിയില്ല. എങ്ങനെയാണ് എന്നുള്ളതും അറിയില്ല. എവിടെ വെച്ച് എന്നുള്ളതും അറിയില്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. ഒരു ദേഹവും ഒരാളും തന്നെ അവൻ എവിടെ വെച്ച് മരിക്കുമെന്ന് അവൻ അറിയുന്നില്ല. അപ്പൊ മരണം ഉറപ്പാണ്. മരണം നമുക്കെല്ലാവർക്കും ഉറപ്പാണ്. അതിൽ യാതൊരു സംശയമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ. പ്രവാചകരെ, താങ്കളും മരിക്കും, അവരും മരിക്കും. താങ്കൾ പോലും മരിക്കും. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ പ്രവാചകനാണ്, സയ്യിദുൽ അംബിയ ആണ്. ആ പ്രവാചകനും മരണമുണ്ട്. അതുപോലെ പ്രവാചകരെ അവർക്കും എന്തുണ്ട്? മരണമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് സുമറിലെ 30-ാമത്തെ വചനത്തിൽ നാം അറിയിക്കുക. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞിട്ട്, കുല്ലുക്കും ലാ ബുദ്ദ അൻ യമൂത. നിങ്ങൾക്ക് എല്ലാവർക്കും മരണം എന്നുള്ളത് അത് അനിവാര്യമായി തീർന്നിട്ടുണ്ട്. മരിക്കാതിരിക്കില്ല ആരും എന്നുള്ളത്. അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. മരണം ഉറപ്പായ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്ന ഒരു വാക്കാണ്, ഒരു ഹദീസാണത്. മൻ ഫാറക റൂഹുൽ ജസദ്. ഒരാളുടെ ശരീരത്തിൽ നിന്ന് അവന്റെ ആത്മാവ് വിട പറയുന്ന സമയത്ത് വഹു ബരീഉൻ, അവൻ രക്ഷപ്പെട്ടാൽ, മുക്തനായാൽ, മിൻ സലാസിൻ, 3 കാര്യങ്ങളിൽ നിന്ന് ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, ഖിബ്ർ അൽ ഖുലൂലി അദ്ദൈൻ. അഹങ്കാരം, വഞ്ചന, കടബാധ്യതകൾ. ഒന്നാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കിബറാണ്. കിബർ എന്നത് ചില ആളുകൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. കിബർ എന്ന് പറഞ്ഞാൽ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ കുറെ ധനികന്മാരായിട്ടുള്ള ആളുകൾക്ക്, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാന പദവികൾ ഉയരത്തിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് എന്ത്? കിബർ എന്നുള്ളത്. അങ്ങനെയാണ് പലപ്പോഴും പല ആളുകളും ഇതിനെ തെറ്റിദ്ധരിച്ചത്. അതല്ലെങ്കിൽ നല്ല ഒരു വീടെടുത്തു, അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രം അണിഞ്ഞു, നല്ലൊരു വാഹനം വാങ്ങി, അതല്ലെങ്കിൽ നല്ല ആളുകൾ കാണുമ്പോൾ തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ നടക്കുന്ന ഏറ്റവും നല്ല രൂപത്തിൽ നടക്കാൻ പാകത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിയാൽ അത് അഹങ്കാരമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ അഹങ്കാരത്തിലേക്ക് പോകാനുള്ള വഴികളാകാം. പക്ഷെ ഇതൊരു അഹങ്കാരമാണെന്ന് എന്ത് ചെയ്യരുത്? പറയരുത്. ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത, ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബിരിൻ. അഹങ്കാരത്തിന്റെ ഒരു ദർറ എന്ന് പറഞ്ഞാല് ഒരു അണുത്തൂക്കം, വളരെ നിസ്സാരമായത്, അല്ലെങ്കിൽ ധൂളികൾ. നമുക്കറിയാം, ഈ ഓട്ട വെയിലുകളിൽ കൂടി ആ പാറി നടക്കുന്ന, ആ കനമില്ലാത്ത പാറി നടക്കുന്ന പൊടിപടലങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഒരു ഓട്ട വെയിലൂടെ വരുന്ന സമയത്ത്? അപ്പൊ ആ പാറി നടക്കുന്ന പൊടിപടലങ്ങൾ, അതിற்கு വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പാറി നടക്കുന്നത്. അത്രക്കും നിസ്സാരമാണത്. അത്ര ഒരാളുടെ മനസ്സിൽ കിബിർ ഉണ്ടായാൽ, അഹങ്കാരം ഉണ്ടായാൽ, അതല്ലെങ്കിൽ ദർറ എന്ന് പറഞ്ഞാല് കുഞ്ഞു ഉറുമ്പിന്റെ കുഞ്ഞു കാലിനൊക്കെ ദർറ എന്ന് പറയും. അതായത് ചെറിയ ഉറുമ്പ്, കാണാൻ തന്നെ നന്നേ പ്രയാസമുള്ള ഉറുമ്പിന്റെ ആ കുഞ്ഞു കാലുണ്ടല്ലോ, അത്ര ഒരാളുടെ മനസ്സിൽ കിബിർ ഉണ്ടായാൽ അവൻ എന്തെയില്ല? സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നാ. വളരെ ഗൗരവപ്പെട്ടതാണ്. ഇത് കേട്ട സമയത്ത് ഒരു സുഹാബി എഴുന്നേറ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, ഇന്ന റജുൽ, ഒരു മനുഷ്യൻ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടാണ്, അൻ യകൂന സൗബഹു ഹസനൻ വ നഅലുഹു ഹസനൻ. പ്രവാചകരെ, ഒരു മനുഷ്യൻ ആഗ്രഹിക്കും നല്ല വസ്ത്രവും നല്ല ചെരുപ്പൊക്കെ ഇട്ട് നല്ല രൂപത്തിൽ നടക്കാൻ.
ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും കിബറാണോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി ഇന്നല്ലാഹ ജമീലുൻ, അള്ളാഹു നല്ല ഭംഗിയുള്ളവനാ, യുഹിബ്ബുൽ ജമാല, അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. ഒരു മനുഷ്യൻ നല്ല വസ്ത്രം ഇട്ടത് കൊണ്ടോ നല്ലൊരു ചെരുപ്പ് ധരിച്ചത് കൊണ്ടോ നല്ല ഒരു വാഹനത്തിൽ പോയത് കൊണ്ടോ ഒന്നും എന്തല്ല, അത് കിബിറല്ല. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് കിബിർ എന്ന് പറഞ്ഞാൽ ബത്റുൽ ഹഖ്, സത്യത്തെ മൂടി വെക്കുക എന്നുള്ളതാണ്. സത്യത്തെ, ഹക്കിനെ എന്ത് ചെയ്യാ, മൂടി വെക്കുക. അതല്ലെങ്കിൽ അതേപോലെ തന്നെ വഖംതുന്നാസ്, മനുഷ്യരെ അവഗണിക്കുക, മറ്റുള്ളവരെന്ത് ചെയ്യാ, അവഗണിക്കുക. ഈ രണ്ടെണ്ണമാണ് എന്ത് കിബിർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പൊ കിബിർ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തെ എന്ത് ചെയ്യുക, മൂടി വെക്കുക. സത്യം അറിഞ്ഞിട്ടും അത് സ്വീകരിക്കാതെ അതിനെ മൂടി വെക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ഒരു അഹങ്കാരത്തിന്റെ ഭാഗമാണ്. പ്രവാചകർ മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരോടൊക്കെ അവർ കാണിച്ചിരുന്നത്, അന്നത്തെ സത്യനിഷേധികൾ കാണിച്ചിരുന്നത് ഈ ബത്റുൽ ഹക്കായിരുന്നു. ഈ സത്യം അറിയിച്ചു കൊടുത്തിട്ടും ആ സത്യത്തെ എതിർക്കുന്ന ആളുകളായിരുന്നു അവർ. അതേപോലെ തന്നെ ഗംതുന്നാസ്, പാവങ്ങളായിട്ടുള്ള മറ്റു ആളുകളെ, തങ്ങളെക്കാളും താഴ്ന്ന ആളുകളോട് എന്തേ ഒരു അവഗണന, അവരെ അവഗണിക്കുക, അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. ഇതാണ് കിബിർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ. അപ്പൊ ഈ കിബിർ അത് ആരിലും വരാം, മുതലാളിമാരിൽ വരാം, മാനങ്ങൾ അലങ്കരിക്കുന്നവരിൽ പെടാം, അത് വരാം. അതല്ലെങ്കിൽ ഏറ്റവും പാവപ്പെട്ട ആളുകളിൽ എന്ത് ചെയ്യാം, വരാം കിബിർ എന്നുള്ളത്. കാരണം സത്യത്തെ അവഗണിക്കുക, അതേപോലെ തന്നെ മറ്റു ജനങ്ങൾ എന്ത് ചെയ്യാം, താഴ്ന്നവരായി ഗണിക്കുക, അവഗണിക്കുകയും ചെയ്യുക, സത്യത്തെ മൂടി വെക്കുകയും ചെയ്യുക. നോക്കും, ഉപദേശങ്ങളെ അവഗണിക്കുന്നത് പോലും കിബിറാണ് എന്നുള്ളതാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ഉപദേശങ്ങൾ എന്ത് ചെയ്യരുത്, അവഗണിക്കരുത്. സത്യം മനസ്സിലായിട്ടും അതിനെ തള്ളുന്ന ഒരവസ്ഥ എന്ത് ചെയ്യരുത്, ഉണ്ടാവരുത്. അള്ളാഹുവിന്റെ കൽപ്പനകള്, വിരോധങ്ങള് അവഗണിക്കുന്നത് അഹങ്കാരമാണ്. ഖുർആൻ ആയത്തുകള്, ഹദീസുകള് പഠിക്കാൻ എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും അതിനെ പഠിക്കാതെ അതിനെ അവഗണിച്ച് കളയുന്നത് അഹങ്കാരമാണ്. ഇതൊക്കെ അഹങ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സഅസ്രിഫു അൻ ആയാതി, തീർച്ചയായിട്ടും എന്റെ ആയത്തുകളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, അവരെ മാറ്റി നിർത്തും. എന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഞാൻ അവരെ മാറ്റി നിർത്തും. അല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരി ഹഖിൻ, ഒരു ന്യായവുമില്ലാതെ ഈ ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുന്ന ആളുകളെ ഞാൻ എന്റെ ആയത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തും. അവർക്ക് ഖുർആൻ പഠിക്കാൻ പോലും എന്ത് ചെയ്യില്ല, കഴിയില്ല. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അള്ളാഹു അവരെ മാറ്റി നിർത്തുന്ന, കാരണം അവർ അഹങ്കാരികളാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഖുർആൻ പഠിക്കാൻ, ഖുർആൻ പഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ, ഹദീസുകൾ പഠിക്കാൻ, ദീനി പാഠങ്ങൾ പഠിക്കാൻ നമുക്ക് താല്പര്യമില്ല എങ്കിൽ നമ്മൾ പേടിക്കേണ്ട ഒരു ആയത്താണ് സഅസ്രിഫു അൻ ആയാതി. അല്ലാഹ് പറയാണ്, ചില ആളുകളൊന്ന് മാറ്റി നിർത്തുന്നു. എന്തേ നമുക്കൊരു അവഗണന തോന്നുന്നത്? നമുക്ക് അഹങ്കാരം നമ്മുടെ മനസ്സിലുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം അഹങ്കാരികളെയാണ് ഈ ആയത്തിൽ നിന്ന്, അള്ളാന്റെ കിതാബിൽ നിന്ന് എന്ത് ചെയ്യുക, അള്ളാഹു എന്ത് ചെയ്യുക, മാറ്റി നിർത്തുക എന്നുള്ളത്. അതുകൊണ്ട് പഠിക്കണം, ഖുർആൻ ആയത്ത് പഠിക്കുക, ഉപദേശങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, കഴിയണം. ഖീലദുഖുലൂ, അവരോട് പറയപ്പെടും, ഈ കിബറുള്ള ആളുകളോട് പറയുന്ന, അബ്വാബ ജഹന്നമ, നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക, ജഹന്നമിന്റെ വാതിലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കവാടങ്ങളിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ഖാലിദീന ഫിഹാ, ഇബ്രാന്മാരെ നിങ്ങൾ അവിടെ ശാശ്വതരായിരിക്കും, നിങ്ങൾ അവിടെ ശാശ്വതരായിരിക്കും. ഫബിഇസ മസ്വൽ മുതകബ്ബിരീൻ, അപ്പൊ എത്ര മോശമാണ് മുതകബ്ബിരീങ്ങളായിട്ടുള്ള, അഹങ്കാരികളായിട്ടുള്ള ആളുകളുടെ വാസസ്ഥലം, എത്ര മോശമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലെ 72-ാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പൊ കിബിർ എന്നുള്ളത് അത് ഏറ്റവും വലിയ ആപത്താണ്, ഗൗരവമാണ്. അത് എത്രത്തോളം ചോദിച്ചാൽ വളരെ നിസ്സാരമായ ഒരു ധൂളിയുടെ അത്ര പോലും കിബിർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്വർഗം നിഷിദ്ധമാകും എന്നാണ് ഈ ആയത്തിലൂടെയും അതുപോലെ തന്നെ ഹദീസിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഗുലൂൽ എന്നാണ്, വഞ്ചന കാണിക്കുക.
വഞ്ചന കാണിച്ചാൽ സ്വർഗം എന്ത് ചെയ്യും? നിഷിദ്ധമാകും എന്നുള്ളതാണ്. വാക്കുകൊണ്ട് ചില ആളുകൾ വഞ്ചിക്കും, അതുപോലെ തന്നെ പ്രവർത്തികൾ കൊണ്ട് വഞ്ചനയുണ്ട്. മറ്റുള്ളവരെ പറഞ്ഞ് പറ്റിച്ച് അവരുടെ ധനം കൈക്കലാക്കുക വളരെ വലിയ പാപമാണ് ഈ പാപങ്ങളൊക്കെ. മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ വാക്കുകളാകും അമാനത്ത്. വാക്കുകൾ പോലും അമാനത്താണ്. അത് സ്വീകരിച്ച് ചില ആളുകളൊക്കെ ഉണ്ട്, വാക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇൻഷാ അല്ലാ ഞാൻ എന്ത് ചെയ്ത് ഏറ്റ്, ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ട് അതവന് ഏറ്റുവാങ്ങിയിട്ട് അതൊരു അമാനത്തായി ഏറ്റുവാങ്ങിയിട്ട് വഞ്ചിക്കുന്ന ആളുകൾ കുറെ ആളുകളുണ്ട്. ഇൻഷാ അല്ലാ ഒരു ഫാഷനായിട്ട് മാറുകയാണ്. ഇൻഷാ അല്ലാ എന്ന് പറയുന്നത് ഒരു ഫാഷൻ രൂപത്തിൽ എന്ത് ചെയ്യാണ്? ആളുകളൊക്കെ പറയും ഇൻഷാ അല്ലാ പറയണം. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കണം? ആ ഇൻഷാ അല്ലക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കണം, നമ്മൾ ശ്രമിക്കണം. ശ്രമിക്കാതെ ഇൻഷാ അല്ലാ പറയുന്നത് അതൊരു വഞ്ചനയാണ്, അത് ചതിയാണ്. ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ശ്രമിക്കും. ഒരു മനുഷ്യന് എത്രത്തോളം കഴിവുണ്ട് ഈ വിഷയത്തിൽ, അത്രത്തോളം ഞാൻ എന്ത് ചെയ്യും? ശ്രമിക്കും എന്ന ഇൻഷാ അല്ലാ. പിന്നെ അള്ളാന്റെ എന്ത് വേണം? തൗഫീക്ക് വേണം. അള്ളാന്റെ തൗഫീക്കിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷയത്തെ, ആ ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഒരു വഞ്ചനയായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദൈൻ എന്നാണ്. കടം. കടത്തിൽ നിന്ന് മുക്തനാകണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. നോക്കും, എത്രത്തോളം പറഞ്ഞാൽ കടത്തിന്റെ വിഷയത്തിൽ ഗൗരവപ്പെട്ട ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരികയാണ്. അടുക്കൽ വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാന്റെ പ്രവാചകരെ, അറഅയ്ത ഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹ് സാബിറൻ മുക്തസിബൻ മുഖ്ബിലൻ ഗൈറ മുദ്ബിരിൻ അയുകഫിറല്ലാഹു അന്നി ഖതായ. പ്രവാചകരെ, ഞാൻ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാണ്, ഞാൻ കൊല്ലപ്പെടുകയാണ്. ഞാൻ വളരെ ക്ഷമയോടുകൂടിയും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചും കൊണ്ടാണ് ഞാൻ അള്ളാഹിന്റെ മാർഗത്തിൽ പിന്നെ കൊല്ലപ്പെടുന്നത്, ജിഹാദിന് പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ മുഖ്ബിരിൻ ഗൈറ മുദ്ബിരിൻ, ഞാൻ ഒരടി പോലും പിന്നോട്ട് വെച്ചിട്ടില്ല. ഞാൻ വളരെ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. യുദ്ധത്തിൽ ഒരടി പോലും പിന്നോട്ട് വെച്ചിട്ടില്ല. അങ്ങനെ ഞാൻ കൊല്ലപ്പെട്ടാൽ, അങ്ങനെ ഞാൻ ഷഹീദായാൽ അയുകഫിറുല്ലാഹു ഖതായ, അള്ളാഹു എന്റെ പാപങ്ങൾ പുറത്തു തരുകയില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാപങ്ങൾ പുറത്തു തരും. അദ്ദേഹം തിരിഞ്ഞു പോകുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിക്കുകയാണ്, ഇങ്ങോട്ട് വാ. എന്നിട്ട് പറഞ്ഞു, ഇല്ലദ്ദൈൻ, കടമില്ല എങ്കിൽ ഇട്ടോ. അന്ന് ആലോചിച്ച് നോക്ക്, അള്ളാന്റെ മാർഗത്തിൽ മുക്തിസഭയോടുകൂടി, ഈമാനോടുകൂടി, വളരെ ക്ഷമയോടുകൂടി, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു, എന്നിട്ട് കൊല്ലപ്പെട്ടാൽ, കടമുണ്ടായാൽ അവൻ എന്തിനുള്ള സ്വർഗത്തിൽ പ്രവേശനം തടയപ്പെടുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ എത്രത്തോളം ഗൗരവമുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കദാലിക ഖാല ലി ജിബ്രീൽ അലൈഹിസ്സലാം, അപ്രകാരമാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞത്. ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞത് അപ്രകാരമാണ്. അപ്പൊ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, എത്ര വലിയ പ്രവർത്തികൾ, അമലുകൾ ചെയ്താലും, എത്ര വലിയ ഇബാദത്തുകൾ ചെയ്താൽ പോലും നമുക്ക് കടമുണ്ടെങ്കിൽ ആ കടബാധിതന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് തടയപ്പെടും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്, ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. പരമാവധി എന്ത് ചെയ്യാം? ഈ മൂന്ന് വിഷയങ്ങളിൽ നിന്ന് മുക്തമാകാൻ പരമാവധി എന്ത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഖദ അംബാലൻ നാസ്, ചിലപ്പോ ആളുകൾക്ക് കടം വാങ്ങേണ്ടി വരും. കടം വാങ്ങാതെ ഒന്നും ഒരു മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ല. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും കടം വാങ്ങിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന സമയത്ത് ആ കടം വീട്ടുന്നൊരവസ്ഥ, ഒരു സാഹചര്യമുണ്ട്. അപ്പൊ കടം വാങ്ങേണ്ടി വരും. പക്ഷേ കടം വാങ്ങുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മൻ അഖദ അംബാലന്നാസ് യുരീദു അദ്ദഹല്ലാഹു അൻഹും, ഒരാൾ വീട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരാൾ കടം വാങ്ങുന്നത് എങ്കിൽ വീട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത്യാവശ്യം വന്നപ്പോ കടം വാങ്ങിയതാണ്, പക്ഷെ വീട്ടണം ഉദ്ദേശത്തോടു കൂടി തന്നെ കടം വാങ്ങിയത്. അങ്ങനെയുള്ള ആളുടെ കടം വീട്ടാൻ അള്ളാഹു എന്ത് ചെയ്യും? തൗഫീക്ക് നൽകുന്ന. പക്ഷെ ആ ഉദ്ദേശം എന്താണ്? നമുക്ക് കടം വീട്ടണം എന്നുള്ളതാ. അങ്ങനെയെങ്കിൽ ഈ കടം വീട്ടാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹു എന്ത് ചെയ്യും? ഇദ്ദേഹത്തിന് കൊടുക്കും. അതല്ല, മൻ അഖദ യുരീദു ഇത്ലാഫഹ അത്ലഫഹു അല്ലാഹു, ഒരു മനുഷ്യൻ കടം വാങ്ങാണ്, പക്ഷെ വീട്ടാനുള്ള ഉദ്ദേശമൊന്നുമില്ല. അങ്ങനെ പോയിട്ട്
അതാണ് നീണ്ടു പോയിക്കോളും എന്ന രൂപത്തിൽ ചില ആളുകൾ കടം വാങ്ങാറുണ്ട്. കടം വാങ്ങിയിട്ട് എന്തേ കടം തന്ന ആളെ കാണുമ്പോൾ തിരിഞ്ഞടക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകള്, കടം വീട്ടാൻ ഉദ്ദേശമില്ലാത്ത ആളുകൾ, അള്ളാഹു ഈ മനുഷ്യൻ എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയുന്ന, അള്ളാഹു ഈ മനുഷ്യനെ നശിപ്പിച്ചു കളയുമെന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. അപ്പോൾ കടം എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട സംഗതിയാണ്. ഈ വിഷയം, നമ്മൾ 3 വിഷയങ്ങള് നമ്മൾ പരമാവധി എന്ത് ചെയ്യുക? ശ്രദ്ധിക്കാം, അതിൽ നിന്ന് മുക്തമാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അൻളറ മുഅസ്സിറൻ ഔ വളഅ അൻഹു അല്ലല്ലാഹു ഫീ ളില്ലിഹി യൗമൻ ലാ ളില്ല ഇല്ലാ ളില്ലിഹി. കടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാ. മൻ അൻളറ മുഅസ്സിറൻ, പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന്, അവന് കടക്കാരന് പ്രയാസപ്പെടാണ്. കടം വാങ്ങിയ ഒരാൾ, പക്ഷെ പ്രയാസപ്പെടുന്നുണ്ട് ആ കടക്കാരൻ. അത് കടം കൊടുത്ത ആൾക്ക് മനസ്സിലായി, ഞാൻ കടം കൊടുത്ത മനുഷ്യന് വളരെ പ്രയാസത്തിലാണ്, തിരിച്ചു തരാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. അദ്ദേഹത്തിന് തിരിച്ചു തരാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ തിരിച്ചു കൊടുക്കാൻ കഴിയണില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഈ കടം കൊടുത്ത വ്യക്തി ഒരു അവധി നീട്ടിക്കൊടുത്താൽ, ഇന്ന ഡേറ്റ് പറഞ്ഞിരുന്നു, പക്ഷെ ആ ഡേറ്റിനും അദ്ദേഹത്തിന് തരാൻ കഴിയണില്ല. അപ്പൊ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറയാണ്, എന്നാൽ ആ ഡേറ്റിൽ വേണ്ട, കുറച്ചുകൂടി 1 മാസം കൂടി കഴിഞ്ഞിട്ട് മതി എന്ന് ഈ മനുഷ്യന് അങ്ങനെ നീട്ടിക്കൊടുക്കുകയാണെങ്കിൽ, ഔ വളഅ അൻഹും, അല്ലെങ്കിൽ ആ കടത്തിൽ കുറച്ച് ഇളവ് കൊടുത്തു, അതിൽ നിന്ന് കുറച്ച് മതി, നിനക്ക് കഴിയണ അത്ര മതി, ബാക്കി വേണ്ട എന്ന് പറയുകയാണെങ്കിൽ, അല്ലല്ലാഹു ഫീ ളില്ലിഹി യൗമൻ ലാ ളില്ല ഇല്ലാ ളില്ലിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാന്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത ഒരു ദിവസത്തിൽ അള്ളാഹു ഈ മനുഷ്യന് പ്രത്യേകം തണലിട്ട് കൊടുക്കുന്ന, അതായത് മഹ്ശറയില് ഈ കടത്തിൽ നിന്ന് ഇളവ് കൊടുത്തിട്ടുള്ള, ഈ കടം വീട്ടാൻ കുറച്ചുകൂടി സമയം നീട്ടിക്കൊടുത്ത ഈ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക തണല് നാളെ പരലോകത്ത് കൊടുക്കുന്ന, മഹ്ശറയിൽ കൊടുക്കുന്ന. അപ്പൊ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ആളുകൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, വളരെ പ്രയാസപ്പെടുന്ന ആളുകളാണെങ്കിൽ, ഒന്നെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് അവർക്ക് എന്ത് ചെയ്യാം? ഒരു ഇളവ് കൊടുക്കുക, അല്ലെങ്കിൽ അവധി നീട്ടിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ നീട്ടിക്കൊടുക്കുക. ഓരോ ദിവസത്തിനും നിങ്ങൾക്ക് ഓരോ സ്വതക്കന്റെ പുണ്യം എന്ത് ചെയ്യുന്നുണ്ട്? അതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ കടം എന്നുള്ളത്, അത് മനുഷ്യന്റെ ജീവിതത്തിൽ കടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കൽ വാങ്ങലുകളൊക്കെ വേണ്ടി വരും. അതൊക്കെ പ്രയാസപ്പെടുന്നവനോ കടം കൊടുത്ത് നിങ്ങൾ സഹായിക്കേണ്ട ബാധ്യതയും ഒരു മുസ്ലിം ഉമ്മത്തിനുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഇളവൊക്കെ കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും അത് പരലോകത്ത് അള്ളാന്റെ മഹ്ശറയിൽ അള്ളാന്റെ തണല് മാത്രമുള്ള ദിവസം തണല് കിട്ടാനുള്ള ഒരു സൗഭാഗ്യത്തിന് ഉടമയാവുകയാണ്. പക്ഷെ ഇതിന്റെ പേരിൽ കടം വാങ്ങുന്ന ആളുകള് ചൂഷണം ചെയ്തു പോകരുത്. ആളുകളോട് കടങ്ങനെ വാങ്ങിയിട്ട് നീട്ടിത്തന്നോളും എന്ന് വിചാരിച്ച് കടം വാങ്ങുന്നൊരവസ്ഥ. ആവശ്യത്തിന് എന്ത് ചെയ്യുക? കടം വാങ്ങുക. അത്യാവശ്യത്തിന് കടം വാങ്ങാം, അനാവശ്യമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്? കടം വാങ്ങാം. ഇന്നൊക്കെ നമ്മുടെ കടബാധ്യതകൾ പലപ്പോഴും ഭംഗി കൂട്ടാനും മോടി കൂട്ടാനും വികസിപ്പിക്കാനൊക്കെ ആയി പോയിട്ടുണ്ട് നമ്മുടെ കടങ്ങൾ. അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ മാറി നിൽക്കുക. കടം വാങ്ങേണ്ടത് അത്യാവശ്യത്തിന്.
ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന ഘട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കടം വാങ്ങേണ്ടത്. കടം വാങ്ങുന്നത് നല്ല സുഖമുള്ള സംഗതിയൊന്നല്ല, അത് പ്രയാസമുള്ള സംഗതിയാണ്. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കടം വാങ്ങുക. അങ്ങനെ വാങ്ങിയിട്ട് ഒരാൾക്ക് കൊടുക്കാൻ പ്രയാസപ്പെടുകയാണെങ്കിൽ അതിന്റെ ഒരു അവധി എന്ത് ചെയ്യുക? നീട്ടിക്കൊടുക്കുക. ഇതൊക്കെയാണ് ഇസ്ലാമിലെ കടം വാങ്ങലും കൊടുക്കലുകളൊക്കെ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കടങ്ങളിൽ നിന്നും നമ്മളെ അല്ലാഹു മുക്തരാകട്ടെ. സഹോദരന്മാരെ, വഞ്ചനയിൽ നിന്നും, കടങ്ങളിൽ നിന്നും, കിബറിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ പാപങ്ങളും, തെറ്റുകളും, കുറ്റങ്ങളും, കുറവുകളും നീ പുറത്തു തരുകയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് രോഗികളായിട്ടുള്ള ആളുകളുണ്ട് റബ്ബേ. അല്ലാഹുവേ, ശാരീരികമായിട്ട് പ്രയാസപ്പെടുന്ന ആ ആളുകളുടെ രോഗങ്ങൾ നിന്റെ ശിഫ കൊണ്ട്, നീ ഷാഫിയാണ്, നിന്റെ ശിഫ കൊണ്ട് ശിഫ നൽകുകയും പൂർണ്ണ ആഫിയത്ത് നൽകുകയും ചെയ്യണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പണ്ഡിതന്മാർ, അല്ലാഹുവേ, അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ റബ്ബേ. അല്ലാഹുവേ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.